ഈ വർഷത്തെ രണ്ടാമത്തെ പൂക്കളാണ് കേട്ടോ ഞാൻ ഇന്ന് ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതേ പൂവൊക്കെ പറിക്കാനായിട്ട് രാവിലെ തന്നെ എഴുന്നേച്ചിട്ട് ഞാനിതാ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പം പറമ്പിലാണെങ്കിൽ ഒരൊറ്റ പൂ പോലും കാണാനില്ല. അല്ലെങ്കിലുണ്ടല്ലോ ഈ മഞ്ഞപ്പൂവൊക്കെ ഇഷ്ടം പോലെ ഈ പറമ്പിലുണ്ടായിരുന്നു. പറിച്ചാലും പറിച്ചാലും തീരാത്ത അത്രയും മഞ്ഞപ്പൂവൊക്കെ ഇവിടുന്ന് കിട്ടുന്നതാണേ. പക്ഷേ ഈ വർഷം പറമ്പിലൊന്നും ഒറ്റ പൂ കാണുന്നില്ല. എല്ലായിടത്തും അങ്ങനെയാന്ന് തോന്നുന്നു. ഈ വർഷം പൂവിന് ഭയങ്കര ക്ഷാമമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ പൂവൊന്നും കിട്ടാത്ത കാരണം ഞാൻ വിചാരിച്ചു ഇനി ഈ വർഷം പൂക്കളമൊന്നും ഇടണ്ട. ഇനി തിരുവോണത്തിൻ്റെ അന്ന് ഇടാമെന്നാണ് എൻ്റെ ഒരു തീരുമാനം. കാരണം പറമ്പിലും പാടത്തു കൂടെ റോഡ് സൈഡിൽ കൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പൂക്കളൊക്കെ കിട്ടും. പക്ഷേ അത് പറിച്ചെടുത്തുകൊണ്ട് വരാനുള്ള പറ്റത്തില്ലാത്ത കാരണം ഞാൻ വിചാരിച്ചു ഇന്നത്തോടെ പൂക്കളം അങ്ങ് അവസാനിപ്പിക്കാമെന്ന് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ തിരുവോണത്തിന് ഞാൻ പൂക്കളം ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഇലയും പുല്ലും ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ആ ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിള്ളേർ പോകുന്നതിന് മുന്നേ വേണം ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിള്ളേരും എൻ്റെ കൂടെ കൂടുന്നുണ്ട്. അവർക്ക് ഇഷ്ടമൊക്കെയാണ് പൂക്കളം ഇടാൻ. അപ്പോൾ പരീക്ഷ ആയതുകൊണ്ടാണ് ഇത് പൂക്കളം ഇടാനുള്ള സമയം കിട്ടുന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും പഠിക്കുകയും വേണം, അതിൻ്റെ കൂടെ പൂക്കളം ഇടണം. അത് കാരണം അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും പിള്ളേർ പൂക്കളമൊക്കെ ഇട്ടിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ എസക്കുട്ടനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഉണ്ണിയും കുഞ്ഞാമിയും എസക്കുട്ടനും കൂടിയാണ് കേട്ടോ പൂമേലെ എല്ലാം കൂടെ വരി വെച്ച് വെക്കുന്നത്. അപ്പോൾ എന്നെ സഹായിക്കുകയാണ് കേട്ടോ തിരിച്ചും മറിച്ചൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ വർഷം ഞാൻ നട്ട് വളർത്തിയ പൂക്കളിൽ നിന്നൊന്നും പൂവുണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പൂക്കളം ഇതോടുകൂടെ നിർത്താം. ആകെ കുറച്ച് ശംഖുപുഷ്പത്തിനകത്ത് നിറച്ച് പൂവുണ്ടായിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. കുഞ്ഞാമിയാണെങ്കിൽ എന്നെ ഈ ഇലയൊക്കെ പറിച്ചുകൊണ്ടൊന്ന് കാണിക്കുക. അപ്പോൾ അത് വിചാരിച്ച് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ഈ വർഷത്തെ നമ്മുടെ പൂക്കളം രണ്ടാമത്തെ പൂക്കളം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടെ എൻ്റെ പൂക്കളം ഞാൻ അവസാനിപ്പിച്ചു. ഇനി തിരുവോണത്തിന് കാണാവേ.